ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പം നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആട്ടോ പറയണത്. അങ്ങനെ ഇഷിത പറയുന്നുണ്ട് ചിപ്പീനെയും കൂട്ടിക്കൊണ്ട് പോവാണ് സ്കൂളിൽ നിന്ന് പറയുമ്പോഴേക്കും സ്വപ്നവലി പറയാനുണ്ട്. സ്വപ്നവലി അത് കണ്ടിട്ട് പറയുന്നുണ്ട് രാമനാഥനോട്, ഇവൾ പോയാലൊന്നും ശരിയാവാൻ പോണില്ല, ഇവൾ എന്ത് ചെയ്യാനാണ്, ഞാനും രാമനാഥനും പോകണമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും രാമനാഥൻ പറയുന്നുണ്ട്, എൻ്റെ സ്വപ്നവല്ലി, നീ ഇപ്പോഴും നിൻ്റെ അമ്മായിമ്മയുടെ സ്വഭാവം ഒരിക്കലും വിട്ടിട്ടില്ലല്ലേ, നിനക്ക് അവളെക്കുറിച്ച് ഒന്നും അറിയില്ല, അവൾ ചെയ്യണതിൻ്റെ മഹത്വം നീ ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല സ്വപ്നവല്ലി. ചിപ്പി ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ അവൾ ഓരോരോ വിശേഷങ്ങൾ എന്നോട് പറയാനുണ്ട്. എനിക്കറിയാം ഇഷിത ആരാണെന്ന്, അതുകൊണ്ട് ഞാൻ അഭിമാനിക്കുന്നു. എനിക്ക് ഇങ്ങനത്തെ ഒരു മരുമകളെ കിട്ടിയതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു എന്നൊക്കെ രാമനാഥൻ പറയുമ്പോൾ സ്വപ്നവല്ലിക്ക് അതൊക്കെ കേട്ട് ദേഷ്യമായിട്ട് വരുന്നത്. സ്വപ്നവല്ലിക്ക് ഇഷിത എന്നെ പൊക്കി പറയണത് ഒട്ടും തന്നെ ഇഷ്ടമാവുന്നില്ല. അതിനുശേഷം ഇഷിതയും ചിപ്പിയും കൂടി നേരെ സ്കൂളിലേക്ക് പോകാട്ടോ. അപ്പോൾ ചിപ്പി ചോദിക്കണ്ടല്ല, അമ്മ ഇന്ന് എന്താ ആദ്യമായിട്ടോണ്ട് സംസാരിക്കുന്ന വെച്ചത്? ഒന്നുമില്ല മോളെ, ആദ്യമായിട്ടോണ്ട് സംസാരിച്ചിട്ട് കുറച്ച് ദിവസമായില്ലേ, അതുകൊണ്ട് സംസാരിക്കുന്ന വെച്ചതാണ്. അല്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. അല്ല, എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നു, അമ്മയും ഡാഡിയും എന്നോടൊന്നും പറയാത്തയാണോ? ചിപ്പി മോൾ അറിയാത്ത എന്ത് രഹസ്യം ഉള്ളത്? ഒന്നുമില്ല മോളെന്ന് പറയാണ്. അല്ല, ആദ്യേട്ടൻ എങ്ങാനും പറഞ്ഞായിരുന്നു അമ്മേ? എങ്ങനെ? അല്ല, മമ്മിയും അതുപോലെ തന്നെ ഡാഡിയും ഞാനും ആദ്യേട്ടനും മാത്രമുള്ള ലൈഫ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? മോളുടെ ഇതൊക്കെ ആരാ പറഞ്ഞത്? എന്നോട് പറഞ്ഞത് വേറെ ആരുമല്ല, ഡാഡി അച്ഛമ്മയെടുത്തും അച്ചാച്ചടുത്തും സംസാരിക്കണത് ഞാൻ കേട്ടിരുന്നു. അങ്ങനെ അവൻ പറഞ്ഞില്ല മോളെ എന്ന് പറയാണ്. ആദ്യേട്ടൻ അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാൻ ആദ്യേട്ടൻ്റെ പിണക്കുക, ഞാൻ ഒരിക്കലും ആദ്യേട്ടൻ്റെ മിണ്ടില്ല എന്ന് ചിപ്പി പറയാണ്. മോളെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, മോളുടെ ചേട്ടനാ ആദി, അതുകൊണ്ട് ഒരിക്കലും ആദ്യേട്ടനോട് പിണങ്ങാനൊന്നും പാടില്ല കേട്ടോ. അറിയാലോ, ആദ്യേട്ടന് മോളെന്ന് വെച്ചാൽ ജീവനാണ്. പക്ഷേ അമ്മേനെ ഒഴിവാക്കിയിട്ട് ഒന്നും ഞാൻ ചെയ്യത്തില്ല. ആദ്യേട്ടൻ അങ്ങനെ എങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യേട്ടൻ ഞാൻ പിണങ്ങും, ഉറപ്പായിട്ട് ഞാൻ പിണങ്ങും എന്ന് ചിപ്പി പറയാണ്. അങ്ങനെ അവർ സ്കൂളിലേക്ക് എത്തുന്നുണ്ട്. ചിപ്പിയുടെ കൂടെ ഡാഡി ആയിരിക്കും വന്നിരിക്കണമെന്ന് പ്രതീക്ഷിച്ചിട്ട് വേഗം തന്നെ ആദി കാറിൻ്റെ അടുത്തേക്ക് പോകുക കേട്ടോ. അപ്പോൾ ഇഷിതനെ കാണുമ്പോഴേക്കും, ഇന്ന് ഇഷിതാമ്മയാണ് വന്നത്. അതെ, എന്താ ആദിമോൻ ഡാഡിനെയാണ് പ്രതീക്ഷിച്ചത്? അപ്പോൾ ആദ്യം ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായി, ഡാഡിനെയാണ് പ്രതീക്ഷിച്ചല്ലേ, ഞാൻ വന്നത് ഒരു ബുദ്ധിമുട്ടായോ? ഇല്ല ഇഷിതാമ്മേ, എനിക്ക് മോനോട് കണ്ട് ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് വന്നത്. എന്താ ഇഷിതാമ്മേ? ചിപ്പി നീ ക്ലാസ്സിലേക്ക് പോയിക്കോ എന്ന് പറയാണ്. അങ്ങനെ ചിപ്പി ക്ലാസ്സിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ആദ്യം ചോദിക്കണ്ടേ, എന്താ ഇഷിതാമ്മേ, എന്താ പറയാനുള്ളത്? മോന് ആഗ്രഹമുണ്ടോ? മോൻ്റെ മമ്മിയും ഡാഡി ചിപ്പി മോനും ഒന്നിച്ച് നിൽക്കാനായിട്ട് മോന് ആ ഒരു ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ഇഷിതാമ്മേ, ആ ഒരു ആഗ്രഹം ആർക്കാ ഇല്ലാത്തത്? എനിക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹമുണ്ട്. ഞാനത് ഇന്നലെ ഡാഡി അടുത്ത് പറയുകയും ചെയ്തായിരുന്നു. ഇഷിതാമ്മടുത്ത് ആ കാര്യം ഡാഡി പറഞ്ഞോ? ഡാഡി പറഞ്ഞു എന്ന് പറയാണ്. മോനറിയാലോ, മോൻ്റെ ഡാഡിയും മമ്മിയും പിരിഞ്ഞതാണ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ. അതിനുശേഷമാണ് മോൻ്റെ മമ്മി ആകാശ് അങ്കിളായിട്ട് ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയത്. പക്ഷേ ഡാഡി ഒരുപാട് നാൾ ആരുമായിട്ട് കല്യാണമൊന്നും കഴിച്ചിരുന്നില്ല. എന്നെ കല്യാണം കഴിക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു കേട്ടോ മോൻ്റെ ഡാഡിക്ക്. പക്ഷേ ചിപ്പിക്ക് ഒരേ നിർബന്ധം, ചിപ്പിയുടെ അമ്മയായിട്ട് ഞാൻ തന്നെ വരണമെന്ന്. അതുകൊണ്ട് എഗ്രിമെൻറ്റിൻ്റെ പുറത്താണ് മഹേഷിനെ വിവാഹം കഴിച്ചത്. പക്ഷെ ഇപ്പം ഞങ്ങൾ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് മോന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മോൻ പറ. മോന് ആഗ്രഹമുണ്ടോ മോൻ്റെ കൂടെ മോൻ്റെയും അതുപോലെ തന്നെ ഡാഡിയുടെ കൂടെ നിൽക്കണമെന്നുള്ളത്? ഉണ്ടെന്ന് പറയണേ. ശരിക്കും പറഞ്ഞാൽ ഇഷിതാമ്മേ, അവരെല്ലാം ഒന്നിച്ച് നിൽക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ ഇഷിത ആകെ ഷോക്കായി പോവാട്ടോ. എന്താ ഞാൻ പറഞ്ഞപ്പോൾ ഇഷിത നമുക്ക് വിഷമോയോ? ഒരു വിഷമവും ഇല്ല, നീ ചോദിച്ചത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. നീയെന്നല്ല, ഏത് മക്കളും ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ്. നിൻ്റെ സ്ഥാനത്ത് ആരാണെങ്കിലും ഇങ്ങനെ തന്നെ ചിന്തിക്കുള്ളൂ. മോൻ എന്നോടൊരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ ഒഴിഞ്ഞു തരണമെങ്കിൽ ഒഴിഞ്ഞു തരാം, മഹേഷിൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ വേണമെങ്കിൽ ഒഴിഞ്ഞു തരാം എന്നൊക്കെ പറയണം. അത് കേൾക്കുമ്പോൾ ആദ്യക്ക് സന്തോഷമാവുന്നുണ്ട്. പക്ഷേ എന്നാലും ആദ്യം പറയുന്നുണ്ട്, പക്ഷേ അങ്ങനെ ഒഴിഞ്ഞു തരാണെങ്കിൽ തന്നെ ഇഷിതാമ്മക്ക് വിഷമമാവില്ലേ? ഇഷിതാമ്മ പിന്നെ എന്ത് ചെയ്യും? അതൊന്നും കുഴപ്പമില്ലെന്നേ, മോൻ്റെ ആഗ്രഹം എന്താണ് അത് ഇഷിതാമ്മ സാധിച്ചു തരൂ. പക്ഷേ അതിന് ഡാഡി സമ്മതിക്കോ? അതല്ല, മോൻ്റെ മമ്മി അതിന് സമ്മതിക്കോ എന്ന് ഇഷിത ചോദിക്കുമ്പോൾ, മമ്മീനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം, ഡാഡിനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കാം, എന്നാൽ ഇഷിതാമ്മയും കൂടി പറയുകയാണെങ്കിൽ ഡാഡി സമ്മതിക്കും. ശരി, ഞാൻ സംസാരിക്കാം അതിനെക്കുറിച്ച് എന്ന് ഇഷിത പറയാണ്. പക്ഷെ ഇഷിതക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇഷിത തിരിച്ച് നമ്മുടെ ഫ്ലാറ്റിലേക്ക് വരികയാണ്. അപ്പോൾ സ്വപ്നവലി രാമനാഥനെ ചോദിക്കണ്ടേ, എന്തായി ആദ്യനെ പോയി ആദ്യത്തെ സംസാരിച്ചിട്ട് എന്തായെന്ന് ചോദിക്കുകയാണ്. അത് ശരിയാവില്ല എന്ന് പറയുന്നുണ്ട്. എന്ത് ശരിയാവില്ലെന്ന്? ആദിക്കിപ്പോൾ വലിയൊരു ആഗ്രഹം മനസ്സിലുണ്ട്. ആഗ്രഹമോ? എന്താഗ്രഹം? അവൻ്റെ ഏത് ആഗ്രഹം വേണമെങ്കിലും സാധിച്ചു കൊടുക്കാൻ മഹേഷ് ഉണ്ടല്ലോ എന്ന് സ്വപ്നവലി പറയുമ്പോഴേക്കും അവൻ്റെ ആഗ്രഹം കേട്ടതിന് ചിലപ്പോൾ അമ്മക്ക് ദേഷ്യം വരും. അത് അവൻ എന്താഗ്രഹമാണ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴേക്കും
അവൻ്റെ മമ്മീനെയും ഡാഡീനെയും അതുപോലെ തന്നെ ചിപ്പിനെയും ഒരുമിച്ച് കിട്ടണമെന്ന്, അവൻ്റെ മമ്മിയും അതുപോലെ തന്നെ ഡാഡിയും തമ്മിൽ ഒന്നിക്കണമെന്ന്. അതാ അവൻ എന്നോട് പറഞ്ഞ ആഗ്രഹം. അയ്യേ, ആ രചന എന്ന് പറഞ്ഞാൽ ഒരുമിട്ടുള്ള വീണ്ടും ഈ വീട്ടിൽ കയറ്റാനാണ്, ഞാൻ സമ്മതിക്കില്ല അതിന് എന്ന് പറയാണ്. അപ്പോൾ രാമനാഥൻ ചോദിക്കണ്ട്, മോളെ അവൻ അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അതേ അച്ഛ അങ്ങനെ പറഞ്ഞെന്ന് പറയാണ്. ഇത് വല്ലാത്തൊരു കുരുക്കായി പോയല്ലോ മോളെ എന്ന് ചോദിക്കുമ്പോൾ എനിക്കും അറിയില്ല എന്ത് ചെയ്യണമെന്ന്, പക്ഷെ അവന് വല്ലാത്തൊരു ആഗ്രഹമുണ്ട്. ഞാൻ ചോദിച്ചു ഞാൻ ഒഴിവായി തരണമെന്ന്, അതും അവനൊന്നും മറുപടിയൊന്നും പറഞ്ഞില്ല. എനിക്ക് തോന്നുന്നു അവന് ആഗ്രഹമുണ്ട് ഞാൻ ഒഴിവാവുകയാണെങ്കിൽ അവൻ്റെ മമ്മിയും ഡാഡിയും ഒന്നാവുമെന്നുണ്ടെങ്കിൽ അവനതൊരു ആഗ്രഹമാണ്, അവന് ആ ഒരു ലൈഫ് കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഒഴിവാവാനും തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് ഇഷിത അകത്തേക്ക് പോവാട്ടോ. അത് കേൾക്കുമ്പോഴേക്കും രാമനാഥനെ വിഷമമാവാണ്. രാമനാഥൻ പറഞ്ഞിട്ട് കണ്ടില്ലേ അവളുടെ മനസ്സിൻ്റെ വലിപ്പം, ആദിക്ക് വേണ്ടി അവളുടെ ജീവിതം വരെ കളയാൻ തയ്യാറാണ് എന്ന് പറയുമ്പോഴേക്കും അവൾ എന്ത് പറഞ്ഞാലും ശരി, അവളെ ഞാനിവിടെ കേട്ടില്ല, പക്ഷെ എനിക്ക് എൻ്റെ ആദ്യ മോനെയും വേണം. രാമ നമ്മളിനി എന്താ രാമ ചെയ്യുക, എനിക്കറിയില്ലടോ, ഒന്നും അറിയില്ല, മഹേഷ് വരട്ടെ നമുക്ക് സംസാരിക്കാം എന്ന് പറയാണ്. ശേഷം മഹേഷ് വരുമ്പോൾ സ്വപ്നവലിയും രാമനാഥനും ഈ കാര്യം പറയുന്നുണ്ട്. അപ്പം മഹേഷ് പറയുന്നുണ്ട്, ഇതന്നെയാണ് ഞാൻ ഇന്നലെ നിങ്ങളടുത്ത് പറയാൻ വന്ന കാര്യം, ഞാൻ പറഞ്ഞില്ലേ അവന് അങ്ങനത്തെ ഒരു ആഗ്രഹമുണ്ട്, പക്ഷേ ഇഷിത അത് നടത്തി കൊടുക്കാമെന്ന് അവനോട് പറഞ്ഞു എന്ന്. ഇഷിത അങ്ങനെ പറഞ്ഞോ? അതെ അങ്ങനെ പറഞ്ഞു എന്ന് രാമനാഥൻ പറയാണ്. ഞാൻ അവളത്തൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മഹേഷ് അകത്തേക്ക് കയറുവാട്ടോ. ഇഷിത എന്ന് പറയുന്നുണ്ട്, എന്താ മഹേഷ് താൻ ഇന്ന് ആദിനെ കാണാൻ പോയിരുന്നല്ലോ, എന്നിട്ട് താൻ അവനോട് എന്താ സംസാരിച്ചത്? അത് പിന്നെ മഹേഷ്, എൻ്റെ ആദ്യ ഭാര്യനെയും എന്നെയും തമ്മിൽ വീണ്ടും വിവാഹം കഴിപ്പിക്കാന്നോ ഒന്നിച്ച് ജീവിപ്പിക്കാന്നോ താൻ എന്തെങ്കിലും അവനെ വാക്ക് കൊടുത്തോന്ന് തന്നോടാണ് ഞാൻ ചോദിച്ചത്. അത് പിന്നെ മഹേഷ്, എന്നോട് അനുവാദം ചോദിക്കാതെ എൻ്റെ കാര്യത്തിൽ താൻ എന്തിൻ്റെ അഭിപ്രായം പറഞ്ഞത് എന്ന് പറയുമ്പോൾ മഹേഷ് അവൻ ചെറിയ കുട്ടിയല്ലേ, അവനങ്ങനത്തെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ അവനെ പിണക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. ആര് പിണങ്ങിയാലും ഇല്ലെങ്കിലും നോക്ക്, അവനൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്ത സമയത്ത് ചിപ്പി എൻ്റെ ജീവിതത്തിലുണ്ടായില്ല. ആ സമയത്ത് എൻ്റെ ജീവിതം ഒരു ഭാഗ്യമായിട്ടിരിക്കുന്ന സമയത്ത് താൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. താൻ വന്നതിന് ശേഷമാണ് എൻ്റെ ബിസിനസ് എനിക്ക് തിരിച്ചു കിട്ടിയത്, എൻ്റെ ചിപ്പി മോളെ എനിക്ക് തിരിച്ചു കിട്ടി. ആദ്യം എന്നെ അംഗീകരിച്ചു. എടോ എനിക്ക് അത് മതിയെടോ, ആദ്യം അംഗീകരിച്ചാൽ മതി, പക്ഷെ തന്നെ ഒഴിവാക്കിയിട്ട് എനിക്കൊരു ജീവിതം വേണ്ട എന്ന് മഹേഷ് പറയാണ്. അത് കേൾക്കുമ്പോൾ ഇഷിതക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ടെങ്കിലും ഇഷിതയുടെ മനസ്സിൽ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, ആദ്യം കൊടുത്ത വാക്ക്, ആദ്യം പറഞ്ഞ കാര്യങ്ങൾ, അത് ആലോചിച്ച് ഇഷിതക്ക് ആകെ വിഷമാവട്ടോ. എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും, എന്താ താനിന് ചെയ്യേണ്ടത് ഒന്നറിയാതെ ഇഷിത ആകെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇഷിതയുടെ മഹേഷ് പറയുന്നുണ്ട്, താൻ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും ആലോചിക്കേണ്ട, അവൻ അങ്ങനത്തെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെങ്കിലേ അവനെ പറഞ്ഞു തിരുത്താൻ എനിക്ക് നന്നായിട്ട് അറിയാം, താൻ ഈ കാര്യത്തിൽ ഇടപെടേണ്ട, അവനെ ഞാൻ പറഞ്ഞു തിരുത്തിക്കോളാം എന്ന് പറഞ്ഞു മഹേഷ്. അതവനെ വിഷമമാകും. ചില കാര്യങ്ങളെ വിഷമോച്ചിട്ട് നമ്മൾ പറയാതിരുന്നിട്ട് ഒരു കാര്യമില്ല, നമ്മൾ പറയേണ്ട സമയത്ത് പറയേണ്ട കാര്യം പറഞ്ഞിരിക്കണം. എന്തായാലും നാളെ ഞാൻ അവനൊന്ന് കാണട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇഷിതക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നാട്ടോ. ഇഷിതക്ക് മഹേഷും ഇനി രചന ഒന്നാവണമെങ്കിൽ ഒന്നാവട്ടെ എന്ന് വിചാരിച്ചൊരു സെറ്റപ്പാണ് കേട്ടോ. എന്തായാലും കാത്തിരുന്ന് കാണാം. എന്തായാലും പ്രൊമോയിൽ ഏറെ കുറേക്ക് ഇത്രയും ഭാഗം തന്നെ കാണിച്ചുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ രാവിലെ കാണാം ഫ്രണ്ട്സ്. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.